നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി, മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ചെറിയ തോതിലുള്ള ഒരു അസുഖമാണ് എന്ന വാർത്ത വന്നപ്പോൾ ഞെട്ടിയത് സിനിമാ ലോകം മാത്രമല്ല, മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന കോടിക്കണക്കിനുള്ള ആരാധകർ കൂടിയാണ്. കാരണം മമ്മൂട്ടിയെ അവർക്ക് നന്നായി അറിയാം. ഇത്രമാത്രം പെർഫെക്റ്റായ ഒരു മനുഷ്യൻ മലയാള സിനിമയിൽ തന്നെ ഇല്ല എന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ആഹാരത്തിലുള്ള കൃത്യത, ദിവസവുമുള്ള വ്യായാമം, മുറ തെറ്റാതെയുള്ള ദിനചര്യകൾ, അങ്ങനെ എല്ലാത്തിനും മമ്മൂട്ടി സ്റ്റൈൽ കൊണ്ടുവന്ന ഒരു നടനാണ് മമ്മൂക്ക. മലയാളികൾക്ക് മമ്മൂക്കയെക്കുറിച്ച് മറുത്തൊന്നു പറയാൻ ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന പ്രത്യേകത. മലയാള സിനിമാ ലോകത്തിനും മമ്മൂക്കയെക്കുറിച്ച് നെഗറ്റീവ് എന്ന് പറയാൻ ഒന്നുമില്ല. അത്രമാത്രം മലയാളികളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നു എന്ന് കേട്ടപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികൾ വലിയ തോതിൽ ഞെട്ടലിലായിരുന്നു. ആ ഞെട്ടലിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വാർത്ത തെറ്റാണ്, വിശ്വസിക്കാൻ പോലും കഴിയാതെ ആ വാർത്ത പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ വാർത്ത പുറത്തുവിട്ട ഓൺലൈൻ ചാനലായ മറുനാടൻ മലയാളിയെ അടക്കമുള്ള ചാനലുകളെ അവർ അധിക്ഷേപിക്കുകയും കുറ്റം പറയുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. കാരണം അത്രമാത്രം അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ വാർത്ത എന്നത് തന്നെയാണ്. എന്നാൽ മലയാളത്തിലെ പ്രിയപ്പെട്ട രണ്ട് നടന്മാർ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ മറ്റൊരു സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ. മമ്മൂക്കയും മോഹൻലാലും ചേർന്നുകൊണ്ട് മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ ഒരു മെഗാ പ്രൊജക്റ്റ് അണിയറയിൽ ഒരുങ്ങുന്നതിനിടയിലായിരുന്നു ഈ ഇത്തരത്തിലുള്ള ഒരു അസുഖം മമ്മൂക്കയെ പിടികൂടി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അതോടുകൂടി മമ്മൂക്ക ഒരു ലോങ് ലീവ് മാറുകയും ചെന്നൈയിലേക്ക് തൻ്റെ താമസം പൂർണ്ണമായി മാറ്റുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ അതിൻ്റെ പിറ്റേ ദിവസമാണ് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ശബരിമലയിലേക്ക് എത്തുന്നത്. മല കയറി സന്നിധാനത്തെത്തിയ മോഹൻലാൽ ആദ്യം ചെയ്തത് മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തുക എന്നതായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധം, അതായത് ഇവർ തമ്മിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ഒരു സഹപ്രവർത്തകർ എന്ന ബന്ധത്തേക്കാൾ ഉപരിയായ ഒരു ബന്ധം ഇവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മലയാളികൾ തിരിച്ചറിഞ്ഞത്. അതായത് രണ്ടുപേരെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് രണ്ടുപേരുടെയും ഗ്രൂപ്പുകൾ, മമ്മൂട്ടിയുടെ ആരാധകർ മോഹൻലാലിൻ്റെ ആരാധകർക്ക് രണ്ടുപേർക്കും വേണ്ടി ഗോഗുവ വിളികളുമായി വീണ്ടും എത്തുകയായിരുന്നു. മമ്മൂക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്ന വേഷം മോഹൻലാലിന് ചെയ്യാൻ കഴിയില്ല, മോഹൻലാലിന് ചെയ്യാൻ കഴിയുന്ന വേഷം മമ്മൂക്കയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഗോഗുവ വിളികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഇത്തരം ഈ മോഹൻലാൽ ചെയ്ത ഒരു കാര്യം, മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് ശബരിമലയിൽ നടത്തിയ കാര്യം അറിഞ്ഞപ്പോൾ പലരും നെറ്റിച്ചൊളിച്ചു എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയുടെ ആരാധകരാണ് അതിലേറെയും നെറ്റിച്ചൊളിച്ചത്. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എത്രയോ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ പറഞ്ഞു കേൾക്കുന്നതാണ്. കാരണം അത്രമാത്രം സുദൃഢമായ ഒരു ബന്ധമായിരുന്നു. രണ്ട് വ്യക്തികൾ എന്നതിലപ്പുറം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സുദൃഢമായ ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നത് പൊതുവെ പറഞ്ഞു കേൾക്കാത്ത ഒരു കാര്യമാണ് എന്നതുകൂടി ശ്രദ്ധേയമാണ്. കാരണം മമ്മൂട്ടിയുടെ മകൻ സിനിമയിലേക്ക് വന്നപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു അനുഗ്രഹം വാങ്ങാനെത്തിയപ്പോൾ തൻ്റെ മകന് തുല്യമാണ് മമ്മൂക്കയുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദുൽഖർ സൽമാനെ ഈ മോഹൻലാൽ അനുഗ്രഹിച്ചത്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മകൻ പ്രണബ് മോഹൻലാൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നതിന് മുൻപ് മമ്മൂക്കയുടെ അനുഗ്രഹം വാങ്ങാനെത്തിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രണവ് സിനിമയിലേക്ക് എത്തുന്നുവല്ലോ എന്ന് പറഞ്ഞ് ആശ്ലേഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അനുഗ്രഹം ചൊരിഞ്ഞത്. അതുപോലെ ഇവരുടെ കുടുംബങ്ങളിലുള്ള എല്ലാ വിശേഷങ്ങൾക്കും രണ്ട് വ്യക്തികളും ഒരുമിച്ച് നിന്നാണ് പോകാറുള്ളത്. അതായത് മോഹൻലാലിൻ്റെ വീട്ടിലൊരു വിശേഷം വന്നാൽ മമ്മൂക്ക കുടുംബസമേതം അവിടെ എത്താറുണ്ട്. തിരിച്ച് മമ്മൂക്കയുടെ വീട്ടിലൊരു വിശേഷം വന്നാൽ മോഹൻലാലും ഭാര്യയും മക്കളുമൊക്കെ ഒരുമിച്ച് അവരുടെ വീട്ടിലേക്ക് എത്താറുണ്ട്. അത്രമാത്രം ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു ബന്ധം ഊട്ടിയെടുത്ത ആളുകളായിരുന്നു ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ മമ്മൂക്കയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ മോഹൻലാൽ എന്ന മലയാളികളുടെ സൂപ്പർ സ്റ്റാറായ ലാലേട്ടനായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം അത്രയും ധൃതി പിടിച്ച് തന്നെ ശബരിമലയിലേക്ക് കയറുകയും മല ചവിട്ടുകയും മമ്മൂക്കയ്ക്ക് വേണ്ടി ചെന്നപാടെ തന്നെ ഒരു വഴിപാട് റെസീറ്റ് ആക്കുകയും ചെയ്തത്. ഇത് മലയാളികൾ തിരിച്ചറിയേണ്ട ഒരു ബന്ധം, ഒരു ഊഷ്മളമായ ബന്ധത്തിൻ്റെ കഥ കൂടിയാണ് എന്നത് ശ്രദ്ധേയമാണ്. കാരണം ഇവർ തമ്മിൽ അങ്ങനെ ഒരു അകലം ഇല്ല. രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ അവരുടേതായ വ്യക്തിത്വങ്ങൾ, അവരുടേതായ ഇടം ഉണ്ടാക്കിയെടുത്ത രണ്ട് താരങ്ങളാണ്, രണ്ട് പ്രതിഭകളാണ്. ഇനി അവർക്ക് തമ്മിൽ ഒരു മത്സരത്തിൻ്റെ ആവശ്യമില്ല. മത്സരം എപ്പോഴും ഈ അണികൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇടയിലാണ്, അവരുടെ ആരാധകർക്കിടയിലാണ് എന്നുള്ള കാര്യം ആരാധകർ
ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സിനിമകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവാം, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവാം. അവർക്ക് ആ ഒരു സിനിമ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ശൈലി, അഭിനയ ശൈലി ഇഷ്ടമായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ ആരാധകരുടെ താല്പര്യം ആ ഒരു ഭാഗത്തേക്ക് ചെരിയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഒരിക്കലും ഒരു ഉലച്ചിലുണ്ടായിട്ടില്ല. ഊഷ്മളമായി തന്നെ അത് മുന്നോട്ട് പോകുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ ഒരു സംഭവം. അതായത് തൻ്റെ സഹപ്രവർത്തകന്, തൻ്റെ ആത്മമിത്രത്തിന് ഒരു അപകടം അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ മോഹൻലാൽ ഉടൻ തന്നെ മലയിലേക്ക് ശബരിമല മലയൗട്ടുകയും അത്തരത്തിലൊരു വഴിപാട് റെസീറ്റാക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ ബന്ധം മലയാളികൾ ഇനിയെങ്കിലും കാണേണ്ടതാണ്. അല്ലെങ്കിൽ പരസ്പരം ഈ ആരാധകർ തമ്മിലുള്ള ചീത്തവിളികൾക്കപ്പുറമുള്ള ഒരു വലിയ ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്.